ഇത് നമ്മൾ എന്ത് ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്? ഇത് ഓറിയന്റൽ പെപ്പേർഡ് ഫിഷ്. പെപ്പേർഡ് എന്ന് പറയുമ്പം all the peppers. It's not actually കുരുമുളകല്ല. The pepper, the red capsicum, yellow capsicum and green capsicum. What we do is എന്തെങ്കിലും ഒരു ഫിലെ ഓഫ് ഫിഷ് എടുക്കുക. അത് ഇന്ന ഫിഷ് എന്നൊന്നുമില്ല, ഏത് ഫിഷ് വേണമെങ്കിലും യു ക്യാൻ യൂസ്. എന്തെങ്കിലും ഫ്ലഷി ഫിഷ് ഒരു ഡീബോൺ ചെയ്ത് ഒരു ഫിലെ ആയിട്ട് ഒറ്റ ഇതായിട്ട് എടുക്കുക. അതെ, ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് വേതറുക രണ്ട് സൈഡിൽ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞില്ല. എന്തൊക്കെയാണ് ആവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പ്രത്യേകം പറയാം. റൈസ് വിനിഗർ വേണം, സോയ സോസ് വേണം, ക്രഷ്ഡ് ചില്ലീസ് വേണം, ആൻഡ് പിന്നെ ജിഞ്ചർ ഗാർലിക്. ഇതെല്ലാം കൂടെ ഒന്ന് മെലോ ഡൗൺ ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യും. എന്ത് പൗഡറാണ്? ഇത് കോൺഫ്ലവർ. ഇനിയിപ്പോ ഈ ഫിഷ് നമുക്ക് ചെറുതായിട്ടൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഫ്രൈ ചെയ്യാനായിട്ട് യു ഡോണ്ട് റിയലി നീഡ് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ആൻഡ് യു ഹാവ് ടു ഹാവ് യുവർ ഗ്രിഡിൽ. ഇത് ഇച്ചിരി ചൂടാക്കി എടുക്കണം. ഇൻഡക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. അധികം എണ്ണ വേണ്ട. പാൻ ചൂടായി കഴിഞ്ഞു. അപ്പൊ ആ ചെറിയ 2 സ്പൂൺ എണ്ണ ഉണ്ടാവും അല്ലേ? അത്രേ ഉള്ളൂ. അതിലേക്ക് നമ്മളുടെ ഈ ഫിഷ് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് തിരിച്ചിടണം. ഇത്രയായാ മതി. മതി അല്ലേ? മതി. ഓറിയന്റൽ ഫിഷ് ഒക്കെ അവരെ നമ്മളുടെ കൂട്ട് അവരെ ഒരുപാട് ഇട്ട് വേവിക്കാറില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ഇറ്റ് സ്റ്റർ ഫ്രൈ. അത്രയ്ക്കുള്ള വേവിക്കലേ അവരുടെ ഫിഷിനൊക്കെ ഉള്ളൂ. നമുക്ക് പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പം ഒന്ന് ഇങ്ങനെ കുത്തി നോക്കുമ്പം ഇഫ് യുവർ സ്പാറ്റുല ഗോസ് ഇൻസൈഡ് ദെൻ യു നോ ദാറ്റ് ഇറ്റ് ഇസ് ഡൺ. ഓക്കെ, ആ നേരത്തിന് വി ക്യാൻ ഡു ദ മാരിനേഡ് ഫോർ ദ ഫിഷ്. വി നീഡ് ചേർക്കാനുള്ള ഐറ്റംസ് എല്ലാം എടുക്കാം അല്ലേ? അതെ, വി നീഡ് 4 tablespoons of light soy sauce. രണ്ട് ടേബിൾ സ്പൂൺ ഓഫ് റൈസ് വിനിഗർ. റൈസ് വിനെഗർ ആണല്ലേ? അതെ. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർക്കും. ഇതിന്റെ എല്ലാം ഒന്ന് ടേസ്റ്റ് ഒന്ന് പാകത്തിനാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിരിക്കുന്നു. ആ ഷുഗറുമായിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി. ഇതിപ്പം യു ക്യാൻ സീ ദ സ്പാറ്റുല ഗോസ് റൈറ്റ് ത്രൂ. അപ്പം നേരത്തെ വേവാതിരുന്നപ്പം അങ്ങനെ നമുക്ക് സ്പൂൺ അകത്തേക്ക് കടത്താൻ പറ്റും. ഇതിപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി ഫിഷിന്റെ കൂടെ പോകാനുള്ള ഐറ്റംസ് ആണ് ചേർക്കേണ്ടത്. ആ ഫ്രൈയിങ് പ്രോസസ് പൂർത്തിയായി അല്ലേ? ഫ്രൈയിങ് പ്രോസസ്. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇതിനുള്ള ബാക്കി സാധനങ്ങളെല്ലാം സോട്ടേ ചെയ്ത് റെഡിയാക്കി വെക്കണം. അതിന് യു നീഡ് എ ലിറ്റിൽ ഓയിൽ. കണക്കൊന്നുമില്ല, ജസ്റ്റ് ഇനഫ് ഓയിൽ ടു സോട്ടേ ദാറ്റ്. അത്രേ ഉള്ളൂ. ഒരുപാട് വേണ്ടി വരത്തില്ല, വളരെ വളരെ കുറച്ച് മതി. ഇത് ജിഞ്ചർ ഗാർലിക് 2 ടേബിൾ സ്പൂൺ വീതം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ചില്ലി, ക്രഷ് ചില്ലി. Then you put all the peppers.
ഇപ്പം നമ്മൾ സ്പ്രിംഗ് അണിയനും കൂടി ഇട്ടു. ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ സോയാ സോസാണ്. സോസും റൈസ് വിനെഗറും എല്ലാം അതിന്റെ കൂടെ ആഡ് ആൻഡ് ഷുഗറും. ഇത് ഒരു തിളയ്ക്കണമെന്നേ ഉള്ളൂ. ഇത് കൂടുതൽ അത് ചെയ്യണ്ട. നമ്മൾ ഫിഷ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മിശ്രിതം ഫിഷിന് മുകളിലേക്ക് ആഡ് ചെയ്യാം. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഡിഷാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് റം എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കാൻ, ക്രിസ്മസ് സ്പെഷ്യാലിറ്റി കൊടുക്കാൻ.